ഈ നായ്ക്കുട്ടി നല്ല പങ്ങ് മൂത്തിട്ടാകുമ്പോ ഇതിനെ പൊട്ടി തെറിക്കും. അപ്പൊ ഇതിന്റെ കുരു എടുത്തിട്ട് വിറ്റാൽ നല്ല പൈസ ഉണ്ടാവും. ഇന്ന് ഞാൻ ഇങ്ങനെ കാട്ടിലോടിയിട്ട് വെറുതെ നടന്നു. അപ്പൊ അതാ നല്ല കാട്ടു ശംഖുപുഷ്പം. ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല ഇതുവരെ. ഇതാ കാട്ടു ശംഖുപുഷ്പം ഇതല്ല, വയലറ്റ്. ഇത് ഞങ്ങൾക്കിപ്പോ ആടും പശുവൊന്നും ഇല്ല. അങ്ങനെ എല്ലാം തൊത്തിട്ട് വന്നിട്ട് ഇതാ പൂ ഇഷ്ടം പോലെ. ആടും പശുവെല്ലാം ഉണ്ടാകുമ്പോ അതിന് പറ്റാ തിന്നിട്ട് തുറക്കല്. ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടേ ഉണ്ടായില്ല. ഇതാ തെങ്ങിന്റെ മുകളിലോട്ടെല്ലാം കേറിയിട്ടുണ്ട്. ഇത് ഈ ഭാഗം ഫുള്ള് കാട്ടു ശംഖുപുഷ്പം തന്നെതാ. ഇതിലെല്ലാം എത്ര ഉണ്ട്, കുറെ മുട്ട്, കുറെ പൂ, നല്ല പാങ്ങുണ്ട് കാണാനേന. ഈ ഭാഗം ഉണ്ട് അതേപോലെ. വയലറ്റ് ശംഖുപുഷ്പം ഞാൻ നിങ്ങൾക്ക് പറിച്ചു കാണിക്കതാ. ഇത് നല്ലതല്ല, കാട്ടു ശംഖുപുഷ്പം. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നണ്ട. ഇത് മാത്രമല്ല, ഇതിലെല്ലാം വെള്ളയുണ്ട്. പിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. നല്ല പാണ്ടീനായിട്ട് വെള്ള ശംഖുപുഷ്പം, വെള്ളയും വയലറ്റും. ഇനി വേറെ ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരാം ഞാൻ. ഇതന്നെ ഞാനിപ്പോ പറഞ്ഞ സംഭവം. എന്താ നായ്ക്കുട്ടീന്ന് ഞങ്ങൾ ഈ നാട്ടിൽ പറയില്ല. എനിക്ക് നല്ല പേരൊന്നും ഇതിന്റെ അറിയില്ല. ഇത് ചൊറിഞ്ഞിട്ട് കയ്യാ. ഇതാ നായ്ക്കുട്ടി ആയിട്ടുണ്ട് പറയാണ്. അതിനാട്ടും വലിയ പൂ, ഇത് അതിനാട്ടും ചെറിയ പൂ. അത് ഈ ഭാഗം എല്ലാ ദിക്കിലും ഉണ്ട്. പറങ്കിയ പൂക്കുന്നതും നായ്ക്കുട്ടി പൂക്കുന്നതും ഒരേ സമയത്ത്. ഇനിയിപ്പോ പറങ്കിയ പൂത്താ പിന്നെ ഇതും പൂത്തെങ്കിൽ ഈ ഭാഗയെ വരും കയ്യ. അതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൊത്തിക്കളയണം. അതായത് ഇപ്പോ നായ്ക്കുട്ടി ആയി. ഇതന്നെ ഇതിന്റെ പേര് തന്നെ നായ്ക്കുട്ടിന്ന്. ഇതിപ്പോ മൂത്തിട്ടാകുമ്പോ ഇതിനെ പൊട്ടിത്തെറിക്കും. അപ്പൊ ഇതിന്റെ തൂ ഒന്നാകെ പാറും. അപ്പൊ ഈ ഭാഗം ഒന്നും വരികയും കയ്യ. അപ്പോഴേക്ക് തന്നെ ഇതിന്റെ തയ്യെല്ലാം പൊട്ടി ചാടണം. ഇതിന്റെ നല്ല പൂവാണ് സമയം. ഇപ്പൊ കണ്ടാ നല്ല പാങ്ങുണ്ട്. ഈ നായ്ക്കുട്ടി നല്ല പാങ്ങ് മൂത്തിട്ടാകുമ്പോ ഇതിനെ പൊട്ടിത്തെറിക്കും. അപ്പൊ ഇതിന്റെ കുരു എടുത്തിട്ട് വിറ്റാൽ നല്ല പൈസ ഉണ്ടാവും. ആർക്കും ഇങ്ങോട്ട് വരികയും പറ്റില്ല എങ്ങനെ ഇതിനെ കുരു എടുക്കുന്നത്.